ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ 10-25 വർഷം മുമ്പ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതികൾക്ക് രൂപം നൽകുക. അല്ലാതെ അന്നത്തെ ദിവസത്തെ കാര്യം നോക്കിയിട്ടല്ല. വളരെ വിശാലമായ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യേണ്ട ഒരു വലിയ പദ്ധതി സംഘടിതമായ താല്പര്യത്തോടു കൂടി ചില ആളുകൾ കൈകാര്യം ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ പറയുന്ന കാര്യം തങ്ങളിപ്പോൾ അത് സമ്മതിക്കുകയാണ്. നമ്മളോടൊപ്പം CPIM നേതാവ് അഡ്വക്കേറ്റ് TK റഷീദ് അലി ചേരുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണ ക്രിയ സിവിൽ സർവീസ് അക്കാദമി നടന്ന ഒരു അനുമോദന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു അഭിപ്രായം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മോശം തീരുമാനമാണ്. ഓവർബ്രിഡ്ജിന് ആവശ്യമായ രീതി ആരും ഉണ്ടാക്കിയില്ല. അത് MLA അല്ല ഉണ്ടാക്കേണ്ടത്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് MLA കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത്ര വഴി വേണം, വാക്കിംഗ് ഡിസ്റ്റൻസ് വേണം. ഇത് ടേപ്പ് എടുത്ത ആൾക്കാരല്ലേ MLA മതി. ഇത് ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യേണ്ടത്. എഞ്ചിനീയർമാരാവും, സബ് എഞ്ചിനീയേഴ്സാവും. അപ്പൊ അവരുടെ ഉദാഹരണം പറഞ്ഞു അവരെ കുറ്റപ്പെടുത്തല്ല, പെട്ടെന്ന് മനസ്സിലാകാനുള്ള കാര്യം പറഞ്ഞത് മാത്രം അടിപ്പോയി എന്നുള്ളതിന്റെ കുറിച്ചാണ്. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന്റെ വീതി കുറവ് ഒരു മോശം തീരുമാനമാണെന്നും ഈ ഒരു വിഷയത്തിൽ MLA കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഉദ്യോഗസ്ഥർ കൃത്യമായി വിവരങ്ങൾ പറഞ്ഞു നൽകാത്തതിന്റെ കുറവാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രതികരണം? ഇതിലെന്താ വെച്ചാൽ പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പിന്നെ കുറേ കാലമായിട്ട് UDFന്റെ ആളുകൾ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അവർക്ക് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരാണ്. പ്രത്യേകിച്ച് മങ്കടയിൽ പിന്നെ നമ്മളെ MLA കാര്യമൊക്കെ കാണിച്ച കാര്യം നമുക്കറിയാം. അത് അവർ കാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അവസാനം അവിടെ ചില സമര നാടകങ്ങളൊക്കെ ഞാൻ വിശാംശക്ക് പോവില്ല. അപ്പോഴും കുറ്റക്കാർ ഉദ്യോഗസ്ഥരാണെന്നവർക്ക് വന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഈ മേൽപ്പാലത്തിൻ്റെ വിഷയം ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഞാൻ ആദരണീയായ പിന്നെ തങ്ങൾ പറഞ്ഞ അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിക്കാനോ തേജോധനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ അങ്ങാടിപ്പുറത്ത് നിലനിൽക്കുന്ന ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമായിരുന്നില്ല ഈ മേൽപ്പാലം എന്നുള്ളതാണ്. ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ 10-25 വർഷം മുമ്പ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതികൾക്ക് രൂപം നൽകുക. അല്ലാതെ അന്നത്തെ ദിവസത്തെ കാര്യം നോക്കിയിട്ടല്ല. വളരെ വിശാലമായ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യേണ്ട ഒരു വലിയ പദ്ധതി സംഘടിതമായ താല്പര്യത്തോടു കൂടി ചില ആളുകൾ കൈകാര്യം ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ പറയുന്ന കാര്യം തങ്ങളിപ്പോൾ അത് സമ്മതിക്കുകയാണ്. പക്ഷെ അതിന് ഒരു കാര്യം നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ, ഈ മേൽപ്പാല നിർമ്മാണത്തിൽ ലീഗിൻ്റെ ഉന്നത നേതൃത്വമോ UDFന്റെ ഉന്നതമായിട്ടുള്ള സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ട ആളുകളോ ആലോചിച്ചിട്ടല്ല ഈ കാര്യം തീരുമാനിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യം അക്ഷരം പ്രതി ശരിയാകുകയാണ്. ഇവിടുത്തെ ചില സ്വകാര്യ വ്യക്തികളും വലിയ പണക്കൊതിയന്മാരായിട്ടുള്ള ചില നേതാക്കന്മാരും ആളുകൾ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ജനങ്ങൾക്ക് അറിയാം. അവരുടെ പണത്തിനോടുള്ള ആർത്തിയാണ് ഇന്ന് ഈ ഗതികേടിലേക്ക് കാര്യം എത്തിച്ചിട്ടുള്ളത്. അത് ഭാഗമായി ഉണ്ടായിട്ടുള്ള ഗതികേട് UDF നന്നായി പ്രയാസപ്പെടുന്നുണ്ട്. കാരണം ഈ പാല നിർമ്മിച്ചത് അവരാണെന്നില്ല എല്ലാവർക്കും അറിയാം. മാത്രമല്ല അതിൻ്റെ മുന്നേ പ്രഖ്യാപിച്ചിട്ടുള്ള നടപടി ആരംഭിച്ചിരുന്ന ഒരടമ്പാലം മാനത്തോങ്ങലം ബൈപ്പാസിൻ്റെ പണി പാതി വഴിക്ക് ഇടുകയാണ് ചെയ്തത്. തിരക്കിടൽ ആ പണി ഇതിന് സമാന്തരമായി കൊണ്ടുപോവുകയാണ്, ആരും കുറ്റം അറിയില്ല. കാരണം ജനങ്ങളുടെ ഒരു കൊടുത്ത വാക്ക് അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഈ രണ്ട് പണിയും UDF പ്രഖ്യാപിച്ച് തുടങ്ങിയിട്ടുള്ള ഈ ഒരടമ്പാലം മാനത്തോങ്ങലം ബൈപ്പാസ് എന്നുള്ള പദ്ധതി അതേ പണി മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനൊപ്പം തന്നെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയുന്ന മേൽപ്പാലത്തെ പണിയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാക്ക് കൊടുത്തത്. അങ്ങനെ പണി തുടങ്ങുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്, ഈ മുന്നേ തുടങ്ങിയിട്ടുള്ള ബൈപ്പാസിൻ്റെ പണി അങ്ങനെ ഇട്ടു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നടന്നിട്ടില്ല. മാത്രമല്ല അന്നത്തെ നമ്മുടെ ജനപ്രതിനിധി മന്ത്രി കൂടിയായിരുന്നു. അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ക്യാബിനറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല അന്ന് ഞങ്ങൾ ഇവിടെ ആവർത്തിച്ച് പറയുന്ന കാര്യം തങ്ങളും ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ സംഭവിക്കുകയാണ്. ഈ പാലം ഒരിക്കലും ഇവിടുത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമല്ല, ഒരു തെറ്റായ തീരുമാനമാണ്. പിന്നെ പറയുന്നതാണ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ളത്. ഏത് കാര്യങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് മുന്നിൽ ഇതിൻ്റെ ഉപദേശവും കാര്യവും തരാൻ ഉദ്യോഗസ്ഥരുണ്ടാവും. പക്ഷേ ഭരണകർത്താക്കൾ അവരേതെങ്കിലും തെറ്റായ കാര്യം പറഞ്ഞിട്ട് അത് കേട്ട് ഉൾക്കൊള്ളുക, അങ്ങനെ ഒഴുകുകയല്ല ചെയ്യേണ്ടത്. ഇത്രയും കാലം ഒരു UDF നേതാവും ഞങ്ങൾക്ക് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് തൽക്കാലം അവർക്ക് അതിൽ പരിക്കുന്ന രക്ഷപ്പെടാൻ വേണ്ടി ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് വിഷയം വെച്ച് കൊടുക്കുകയാണ്. അത് ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ജനങ്ങൾക്ക് അതറിയാം. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ റോൾ എത്രയാണെന്നും ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്വാർത്ഥമതികളുടെ പങ്ക് ഇതിൽ എത്രമാത്രമാണെന്നുള്ളതും. കാരണം അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട്, ജനങ്ങളെ മുമ്പിലേക്ക് ഇറങ്ങാൻ അവർ കഴിയാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ നേതൃത്വവും ഇതിന് മറുപടി പറയേണ്ട ഗതികേടിലെത്തിയിട്ടുണ്ട്. ഇതൊരു ഭാഗം. ഇതൊക്കെ പറയുമ്പോഴും ഞങ്ങൾ
മുന്നേ ജനങ്ങൾ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരടംപാലം മാനന്തവാടി ബൈപ്പാസ് അതിന്റെ പ്രസക്തി ഓരോ ദിവസം തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ വലിയ രീതിയിൽ പിന്തുണയും അതിന്റെ ഭാഗമായി വരുന്നുണ്ട്. മാത്രമല്ല അന്ന് ഇതിന്റെ ഭാഗമായി ചതിയിൽപ്പെട്ടിട്ടുള്ള ഇവരുടെ വാക്ക് വിശ്വസിച്ച ആളുകൾക്ക് വലിയ കുറ്റബോധമുണ്ട്. അവരൊക്കെ തുറന്ന് പരസ്യമായി ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റുപറയുന്നുണ്ട്. എന്തായാലും ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നം ഞങ്ങളെല്ലാം നടത്തുന്നുണ്ട്. എല്ലാ ആളുകളുടെ പിന്തുണയും സഹായമാണ് ഞങ്ങൾക്കെല്ലാം ആവശ്യമുള്ളത്. ഇവിടെ നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, വികസന വിഷയങ്ങളിലേക്ക് സങ്കുചിതമായ രാഷ്ട്രീയമോ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പാടില്ല. നമ്മൾ പറയുന്ന കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. കാലങ്ങളോളം ജീവിക്കുന്ന ഒരു ഉദാഹരണമായി ഈ അങ്ങാടിപ്പുറത്തെ മേൽപ്പാലം നിലനിൽക്കും. ഇത്തരത്തിലുള്ള സ്വാർത്ഥമതികളായിട്ടുള്ള ആൾക്കാർ ഉത്തരമായിട്ട് അവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ഈ വിഷയം ബാക്കി നിൽക്കും. ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാവ് ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ ഒരു സമയത്ത് മറ്റു വിഷയങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് CPIMന്റെ തരം താഴ്ന്ന രാഷ്ട്രീയമാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിലെന്ന് സംസാരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതൊക്കെ അവരെന്നെ സ്വയം മോശക്കാരായല്ലേ. അവരെ സംസ്ഥാന പ്രസിഡന്റാണ് പറഞ്ഞത് തെറ്റായ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന കാര്യം തരം താഴ്ന്ന വിഷയമാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിൻവലിക്കും. അതായത് ഇതൊരു തരം താഴ്ന്ന വിഷയമാണ്, തങ്ങൾ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് അപ്പുറത്തും പറയല്ല. അതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കാണുന്നത്, ഈ വിഷയത്തിൽ ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഏതൊരു മനുഷ്യനോടും, അതായത് സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും ആളുകളുടെ ഉത്തരം എന്താണ്? ഈ പ്രശ്നം അങ്ങാടിപ്പുറത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമല്ല, ഒട്ടും ഉചിതമല്ലാത്തൊരു തീരുമാനമാണ് അന്നത്തെ ഗവൺമെന്റ് ബന്ധപ്പെട്ട ആളുകൾ എടുത്തതെന്നും അതിന്റെ ഭാഗമായി ഒരു തെറ്റ് തിരുത്തപ്പെടേണ്ടതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവർക്ക് മാത്രം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ആളുകൾ, അതിൽപ്പെട്ട ചില ആളുകളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ ആളുകളൊക്കെ. മാത്രമല്ല എന്തായിരുന്നു അന്നത്തെ ആഘോഷങ്ങൾ? ഈ പറയപ്പെടുന്ന പാലത്തിന് എത്ര രക്ഷിതാക്കളായിരുന്നു? ഇത് ഞാൻ കൊടുത്തതാണ്, ഞങ്ങൾ കൊടുത്തതാണ്, ഭയങ്കര വാശിയായിരുന്നല്ലോ. ഇപ്പം ആർക്കും ആ പാലം വേണ്ട. ഒരു കുഴി വന്ന ഒരു റോഡ് ബ്ലോക്ക് ആവണം. അത്രയ്ക്കും വളരെ എന്താ പറയുക, ഇത് ഒരു വലിയ വിഷയത്തെ വളരെ ചെറുതായി കണ്ട്, മാത്രമല്ല അതിലൂടെ തങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന വലിയ ലാഭത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ, അതിനപ്പുറത്തുള്ള ജനങ്ങളെ താല്പര്യമോ ഈ സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തയോ അവർ മനസ്സിലുണ്ടായിരുന്നില്ല. ഇവരൊക്കെ എന്ത് പൊതുപ്രവർത്തകരാ? പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറെ മൈക്കെട്ടി പ്രസംഗിക്കലല്ല, സമൂഹത്തെക്കുറിച്ച് പൊതുവായി കാണാനും ആളുകളുടെ ആഗ്രഹവും താല്പര്യവും മനസ്സിലാക്കാനും കാലങ്ങൾക്ക് മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ വിഭാവനം ചെയ്ത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് പൊതുപ്രവർത്തകര്. അതല്ലാതെ തങ്ങൾക്ക് കിട്ടുന്ന സീറ്റ്, തങ്ങൾക്ക് കിട്ടുന്ന കസേരകളെ അല്ലെങ്കിൽ പോക്കറ്റിൽ വരുന്ന പൈസ, ഇത് ഈ രൂപത്തിലേക്ക് രാഷ്ട്രീയത്തെയും പൊതുപ്രവർത്തനം കാണുന്ന ആളുകളെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ചും പറയാനില്ല. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.